ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥ വിനയം എന്താണെന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ ഉടമ്പടി ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് തൻ്റെ നിയമം ഉറപ്പിക്കേണ്ടതിന് അവിടുന്നാണല്ലോ നിനക്ക് സമ്പത്ത് നേടുവാൻ പ്രാപ്തി നൽകുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ സാധാരണ നാട്ടിലെ ആളുകൾ പറയാറുണ്ട്, ചില വ്യക്തികളെക്കുറിച്ച് പറയും, അവനെ ഒരു മൂർഖനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര കടുകട്ടി മനുഷ്യനാണ്, ഇണങ്ങാത്ത മനുഷ്യനാണ്, വിഷമുള്ള മനുഷ്യനാണ്, അവനുമായിട്ട് സ്നേഹിക്കാൻ കൊള്ളുകയില്ലെന്നൊക്കെയാണ് അതിന് മാനുഷികമായ അർത്ഥമെങ്കിലും ബൈബിളിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അവനൊരു സാത്താനാണ്. ചിലർ പറയും നീ ചെവിയെ നുള്ളിക്കോ, നീ ചവിട്ടിയത് മൂർഖനെയാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ പറച്ചിലുള്ളൊരർത്ഥമാണ്. ഇതിൻ്റെ ബൈബിളിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ അവനൊരു സാത്താനാണ് എന്നത് തന്നെ അതിൻ്റെ അർത്ഥം. സ്നാപകയോഹന്നാൻ പറഞ്ഞൊരു വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 3:7. തങ്ങളുടെ സ്നാനത്തിനായി അനേകം പരീശന്മാരും സദൂക്യരും വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആർ? എന്നാൽ പരീശന്മാരും സദൂക്യരുമായ അനേകർ താൻ സ്നാനം കഴിപ്പിക്കുന്നിടത്ത് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത് ആര്? എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചിരിക്കുന്നത് സർപ്പസന്തതികളെ എന്നാ. വിളിച്ചത് ആരെയാ? പരീശന്മാരെയും സദൂക്യന്മാരെയും എന്ന് പറഞ്ഞാൽ ഈ വചനവുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് ഭാവിക്കുന്ന ഇവന്മാരെ തന്നെയാണ് ഇങ്ങനെ വിളിച്ചത് സർപ്പസന്തതികളെന്ന്. ഈ സർപ്പസന്തതി പ്രയോഗം എല്ലാം വന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 വായിച്ചേ. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ പറയുന്നത് സ്ത്രീയുടെ സന്തതിയായ ഒരു ജനതയും സർപ്പത്തിൻ്റെ സന്തതിയായ ഒരു ജനതയും ഉണ്ടെന്നാണ്. സർപ്പത്തിൻ്റെ സന്തതിയായ സർപ്പക്കുഞ്ഞുങ്ങളുണ്ടെന്നല്ല, പാമ്പിൻ്റെ സന്തതിയായ പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെന്നല്ല. ഇവിടെ പറയുന്നത് സ്ത്രീയുടെ സന്തതി എന്ന ഒരു ജനസമൂഹവും ദൈവത്തിൻ്റെ സാത്താൻ്റെ സന്തതി എന്ന ഒരു ജനസമൂഹവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 തരം സന്തതികൾ ഭൂമിയിൽ ഉണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന വിനയം എന്ന് പറയുന്നത് വളഞ്ഞു നിന്നിട്ട് അഭിനയിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന വിനയമല്ല. അച്ചായോ, അമ്മച്ചിയെ, അമ്മാമ്മേ, ആൻറ്റിയെ എന്നൊന്നും വിളിക്കുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്ന വിനയം. ദൈവം ഉദ്ദേശിക്കുന്ന വിനയം എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള വിധേയത്വം, വിനയം, ഭക്തി, അനുസരണം, ഇതെല്ലാം ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ദൈവം ഉദ്ദേശിക്കുന്ന വിനയം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 8:17 വായിച്ചേ. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കുവാനും സൂക്ഷിച്ചു കൊള്ളണം. ഈ വചനം പറയുന്നത് ഹൃദയത്തിൽ പറയാത്ത അവസ്ഥ എന്നാണ്. ഹൃദയത്തിൽ പറയാത്ത അവസ്ഥ. എൻ്റെ ശക്തിയും എൻ്റെ കൈബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. ഹൃദയത്തിൽ ചിന്തിക്കരുതെന്നല്ല പറഞ്ഞേക്കുന്നത്, ഹൃദയത്തിൽ പറയരുത്. ഈ ഹൃദയത്തിൽ ഇങ്ങനെ പറയുമ്പോഴാണ് വെളിയിൽ അതിനുള്ള തൻ്റെ ഇടങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാൻ മേലേ, ഇപ്പോൾ സാറേന്ന് വിളിച്ചാൽ ഒരു ചായ, മുതലാളി എന്ന് വിളിച്ചാൽ 2 പൊറോട്ടയും കൂടെ. ഇത് മനസ്സിലാകുന്ന ബുദ്ധിമാന്മാരായ ആളുകൾ ചില പൊങ്ങന്മാരെ സാറേന്നും മുതലാളിയെന്നും ഒക്കെ വിളിക്കും. ഇത് ദൈവരാജ്യത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയ്ക്കും ഇതുണ്ട്. ചില ധനാഢ്യന്മാരായ വിശ്വാസികൾക്ക്
ഇവരുടെ ശുശ്രൂഷ, ഇവരെ സഹായിക്കാൻ വേണ്ടി ഡ്രൈവർമാരായിട്ടൊക്കെ കുറേ പാസ്റ്റർമാരെന്ന് പറയുന്നവന്മാർ ഇവരുടെ കൂടെ ഉണ്ട്. മൂത്രം ഒഴിക്കണം എന്ന് ചിന്തിച്ചാൽ മുണ്ട് പൊക്കി പിടിച്ചു കൊടുക്കാൻ വരെ ഇപ്പം പാസ്റ്റർമാരെന്ന് പറയുന്നവർ സഹായികളായിട്ട് കൂട്ടത്ത് നിൽക്കുക. എന്ന് പറഞ്ഞാൽ മൂക്ക് ചീറ്റുമെന്ന് തോന്നിയാൽ ഉടനെ ഇവരുടെ അതുപോലെയായിട്ട് ഇവർ ഓടുക. വേർത്തെന്ന് തോന്നിയാൽ ടിഷ്യൂ പേപ്പറുമായിട്ട് ഇവരോടുക, ഈ പാസ്റ്റർമാർ എന്ന് പറയുന്ന ഈ വെള്ളവസ്ത്രധാരികൾ. ഇവരെ ശരിക്കും നമുക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷകർ എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നടന്മാരുടെയും നടിമാരുടെയും കൂട്ടത്തിൽ ഈ മേക്കപ്പുമാന്മാരായിട്ട് നടക്കുന്ന ആളുകളെ പോലെയാണ് ഇവരെ നമ്മൾ കാണേണ്ടത്. അന്നേരം ഇവർ പറയും പാസ്റ്റർമാരാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ദൈവം എങ്ങനെ ഉപയോഗിക്കാനാ? ഇവിടെ മത്തായി സുവിശേഷം 3:7 പറയുന്നത്, എന്നാൽ പരീശന്മാരും സദൂക്യന്മാരുമായ അനേകർ താൻ സ്നാനം കഴിപ്പിക്കുന്നിടത്തേക്ക് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാര്? അർത്ഥം എന്താ? ഈ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടുള്ള സ്നാനം കൊണ്ട് ദൈവകോപം മാറിപ്പോകുന്ന ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അതായത് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടിട്ടുള്ള സ്നാനം കൊണ്ട് ദൈവകോപം മാറിപ്പോകും. ഇത് പറഞ്ഞതാരാ? സ്നാപകയോഹന്നാൻ. ഈ സ്നാപകയോഹന്നാൻ ആരായിരുന്നു എന്ന് നമ്മൾ യെശയ്യാവ് 40:3 വായിച്ചേ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ഇത് 40:3 ഒരു പ്രവചനം പറഞ്ഞിട്ട് മത്തായി 3:3 വായിച്ചേ. മത്തായി 3:3. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇതാകുന്നു. അപ്പോൾ യെശയ്യാവ് 40:3 പ്രവചനം പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് മത്തായി 3:3 വന്നപ്പോഴത്തേനും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഇതാകുന്നു എന്ന് ദൈവവചനം എഴുതി. ഇനി ഇത് എന്നതാണെന്നുള്ളത് മലാക്കി 4:5-6 വചനങ്ങളോട് വായിച്ചേ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ ശാപം കൊണ്ട് സംഹരിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. കർത്താവിൻ്റെ മഹത്വം ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം പിതാക്കന്മാരോടും നിരപ്പിക്കും. ഈ നിരപ്പിക്കാനായി ദൈവം അയച്ച ഏലിയാവ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സ്നാപകൻ എന്നായിരുന്നു. മത്തായി സുവിശേഷം 3 ഒന്നുകൂടെ വന്നേ. 3:7 മുതൽ 12 വരെ. തങ്ങളുടെ സ്നാനത്തിനായി അനേകം പരീശന്മാരും സദൂക്യരും വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ഇത് സ്നാപകം പറഞ്ഞ കാര്യമാണ്. ഈ സ്നാപകനെ കർത്താവ് വരുന്നതിന് മുമ്പ് മലാക്കിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ അവൻ വന്ന് ചെയ്യുന്ന ജോലി
പിതാക്കന്മാരുടെ ഹൃദയം മക്കളുമായിട്ടും മക്കളുടെ ഹൃദയം പിതാക്കന്മാരുമായിട്ട് നിരപ്പിക്കും എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള പ്രസംഗം പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഇത് വന്നിട്ട് മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന് ഈ ഏലിയാവ് സ്നാപകനായിട്ട് വന്നു പ്രസംഗിച്ചു. ഇനി ഇത് കൃത്യമായിട്ട് യേശു പറഞ്ഞതും കൂടെ നോക്കാം. മത്തായി 11 അതിൻ്റെ 11 മുതൽ 15 വരെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്നു ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ഉണ്ടായിട്ടില്ല. എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അദ്ദേഹത്തെക്കാൾ വലിയവനാണ്. യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ ഇന്ന് വരെയും സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലപ്രയോഗം ചെയ്യുന്നവൻ അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. വരാനിരിക്കുന്ന ഏലിയാവ് അദ്ദേഹം തന്നെ എന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈ സ്നാപകനാണ് ഏലിയാവെന്ന് യേശു അവിടെ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വിനയം, മാനസാന്തരപ്പെട്ടിട്ട് ദൈവവചനം വ്യക്തമായി അനുസരിച്ച് വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്നതാണ്. അല്ലാതെ വളഞ്ഞു നിൽക്കുന്നതോ ധനവാന്മാരെ സേവിക്കുന്നതായിട്ട് അഭിനയിച്ച് അവനവൻ്റെ ഉപജീവന മാർഗം നടത്തുന്നതോ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള വിനയം തന്ന് ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ബലം കൊടുക്കണമേ, തിരുത്തേണ്ടത് തിരുത്തുവാനുള്ള ശക്തി ദൈവം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.